ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്നതിലേക്ക് സ്വാഗതം. മദ്രാസി എന്ന് പറഞ്ഞ പടത്തിൻ്റെ 30 days to go പോസ്റ്റർ ഉണ്ട്. വിദ്യ ജമാലും ശിവാർത്തേനും ഓപ്പോസിറ്റ് ആയിട്ട് നിന്നിട്ട് നോക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററാണ്. എന്തായാലും പോസ്റ്റർ കൊള്ളാം. പിന്നെ മുത്തു എങ്കിര കാട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം വരുന്നുണ്ട്. പടം എന്ന് വെച്ചാൽ ഒരു സീരീസ് ആണ്. വിജയസേതുപതിയാണ് ഈ സീരീസിൽ മെയിൻ കഥാപാത്രം ആയിരുന്നത്. മണികണ്ഠൻ എം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ വരാനുള്ള ഒരു സീരീസ് ആണ് എന്തായാലും. പിന്നെ ഏജന്റ് ടീന എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം വിക്രം എന്ന് പറഞ്ഞിടത്തിൽ വന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു വെബ് സീരീസ് ആൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ലോകേഷ് കനകരാജ്. പക്ഷെ ആളെല്ലാം ഡയറക്ഷൻ ചെയ്യുക വേറെ ആളായിരിക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആൻ്റണി വർഗീസ് പെപ്പേര അടുത്തായിട്ട് വരാൻ പോണ പടമാണ് കാട്ടാളൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആളുടെ വരാൻ പോണ പടങ്ങളിൽ ഒരു പടമാണ്. എന്തായാലും ഈ പടത്തിൻ്റെ പൂജ ഓഗസ്റ്റ് 22 നടക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പടം എന്തായാലും ക്യൂബ്സ് എൻ്റർടൈൻമെൻ്റ് ആണ് എടുക്കുന്നത്. മാർക്കൊക്കെ ശേഷം അവർ രണ്ടാമത്തെ പ്രൊഡക്ഷനിൽ വരുന്ന പടമാണ്. വൻ കാസ്റ്റാണ് എന്തായാലും പടത്തിൽ. പിന്നെ സാഹസം എന്ന് പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലത്തെ തിയേറ്ററിൽ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ തമിഴ്നാട്ടിലത്തെ കാണിക്കുന്നുണ്ട്, പിന്നെ കർണാടകത്തിലത്തെ കാണിക്കുന്നുണ്ട്, അതുമാതിരി റെസ്റ്റ് ഓഫ് ഇന്ത്യയിലത്തെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇന്ദ്ര എന്ന് പറഞ്ഞ പടത്തിലത്തെ ഉയരം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ പർദ്ദ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് വേണ്ടി അടക്കാൻ പോവാണ് ഓഗസ്റ്റ് 9 4:00 വെച്ചാൽ നാളെ. അപ്പോൾ അതിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് രാംപുത്തിനെ വരും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബലം കൊണ്ട സായി ശ്രീനിവാസും അനുപമ പരമേശ്വരനും മെയിൻ കഥാപാത്രങ്ങളായിരുന്ന പടമാണ് കിഷ്കിന്ദാപുരി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഇവിടത്തെ ഫസ്റ്റ് സിംഗിൾ ആയിട്ടുള്ള ഉന്തിപ്പോവൻ നാത്തോനെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ജറ്റത്താരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ ഇന്ന് 11 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബുള്ളറ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ ഓഗസ്റ്റ് 8 എന്നുവെച്ചാൽ ഇന്ന് 10:10 രാവിലെ പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. വീഡിയോ വരുന്നതിൻ്റെ ടൈം അനുസരിച്ചിരിക്കും. എന്തായാലും തമിഴ് ടീച്ചർ ലോഞ്ച് ചെയ്യുന്നത് എസ് സൂര്യയാണ്. തെലുങ്ക് ടീച്ചർ നാഗചൈതന്യയാണ് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ രണ്ടും കൂടിയിട്ട് ലോഞ്ച് ചെയ്യുന്നത് വിശാലാണ്. എന്തായാലും ഒക്കെ ടൈം സെയിം തന്നെയാണ്. പിന്നെ അർജുൻ ചക്രവർത്തി എന്ന് പറഞ്ഞ ഓഗസ്റ്റ് 29 റിലീസാകുന്ന അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ ഹൗസ്മേറ്റ്സ് എന്ന് പറഞ്ഞ പടത്തിലത്തെ അക്കൽ ബക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ സൺസ്ക്രീൻ സ്റ്റുഡിയോസിൻ്റെ അടുത്ത പടം എന്ന് വെച്ചാൽ 12ാമത്തെ പടത്തിൻ്റെ ലോഞ്ച് നടക്കാൻ പോവാണ് നാളെ 10:00. അപ്പോൾ ലോഞ്ച് ചെയ്യുന്ന ലോകേഷ് കനകരാജ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഈ നാളെ 10:00 എന്ന് പറയുമ്പോൾ രാവിലെയാണ്. എന്തായാലും വിക്രം പ്രഭുവാണ് പടത്തിൽ നായകനായി എത്താൻ പോകുന്നത്. പിന്നെ ദയനഗരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ എടുക്കാം, വേണ്ടവർക്ക് നോക്കി നോക്കാവുന്നതാണ്. പിന്നെ MM സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ നമ്പർ 1 അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇന്ന് 5 വരെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ വെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് മെയിൻ കഥാപാത്രം എത്തുന്നത്. പിന്നെ ഇൻസ്പെക്ടർ റിസന്റ് എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്ഫ്ലിക്സിലൂടെ വരാൻ പോണ പടം. ആ പടം സെപ്റ്റംബർ 5 നെറ്റ്ഫ്ലിക്സിലൂടെ വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജോലി LLB 3 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ടീച്ചർ ഓഗസ്റ്റ് 12 പുറത്തിറക്കുമെന്ന് അറിയിച്ചു. പിന്നെ സൺ ഓഫ് സർദാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള HD എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ ലിറ്റിൽ ലേഴ്സ് എന്ന് പറഞ്ഞിടത്തിലത്തെ രാജാ കടുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ക്രാമ്പ് അല്ലെങ്കിൽ ക്രാം എന്ന് പറഞ്ഞിടത്തിലത്തെ യുക്തി തരേജയുടെ പേര് മേഴ്സി ജോയ് എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ നോയ്സ് ആൻഡ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ നമ്പർ 1 അന്നാബിന് മെയിൻ കഥാപാത്രം എത്തുന്നുണ്ട്. അപ്പോൾ ആ പടത്തിലത്തെ ആളുടെ പേര് കനകവല്ലി എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കരവലി എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് അറൈവൽ ഓഫ് മാവീര എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ പുറത്തിറക്കി ഇട്ടിട്ടുണ്ട്. എന്തായാലും രാജ്ബി ഷെട്ടി ഇന്ത്യയിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞ പടം. അവിടത്തിൻ്റെ കുറേ സ്റ്റിൽസ് വരുന്നുണ്ട്, ഒക്കെ ഗംഭീര സ്റ്റിൽസാണ്. അതിലൊന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ സ്റ്റില്ല്. പിന്നെ തലവതി എന്ന് പറഞ്ഞിട്ടുള്ള UK ഓഗസ്റ്റ് 8 റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ അറിയിച്ചുകൊണ്ട് പോസ്റ്റർ കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സത്യജ്യോതി ഫിലിംസിൻ്റെ അടുത്ത പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ലോഡിങ്ങിലാണെന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ രട്ടത്തര എന്ന് പറഞ്ഞിട്ടുള്ള അരുൺ വിജയുടെ പടം അവിടത്തിൻ്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല, എന്തൊക്കെ ഒരു സംഭവം. എന്തായാലും നോക്കി വെക്കാം. പിന്നെ തലൈവൻ എന്ന് പറഞ്ഞ പടം 75 കോടിയുടെ മുകളിലേക്ക് കളക്ഷൻ നേടി എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അവർ ഒഫീഷ്യലായി ഇറക്കിയിട്ടുള്ള പോസ്റ്ററാണ്. ഇതിന് തമിഴ്നാട്ടിൽ മാത്രം 50 കോടിയുടെ മുകളിലേക്ക് നേടിയിട്ടുണ്ട്. നല്ല കളക്ഷൻ തന്നെയാണ് പടത്തിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ധ്രുവ് വിക്രമിനെ വെച്ചിട്ട് മണിരത്നൻ്റെ പടം എടുക്കേണ്ടതുള്ള റീൽ കേൾക്കുന്നുണ്ട്. പിന്നെ കാഞ്ചന 4 എന്ന് പറഞ്ഞ പടത്തിൽ പൂജ ആക്ടിങ് നോറ ഫത്തേഹിയാണ് മെയിൻ കഥാപാത്രം എത്തുന്നത്. ഡാഗ ലോറൻസ് കൂടാതെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ പടത്തിലത്തെ ചെക്കൻ്റെ പേര് അറിയത്തില്ല. എന്തായാലും ആ ചെക്കനും കിട്ടിയുള്ള ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. 2 അത് കിട്ടിയിട്ടുള്ളത്, 2 ഞാൻ സ്ക്രീനിൽ എടുക്കുന്നുണ്ട്. പിന്നെ മഹേഷ് നാരായൺ ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്, സൽമാൻ ഖാൻ വെച്ചിട്ട് ആൾ പടം എടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ. എന്തായാലും ഒരു പീരിയോഡിക് ആക്ഷൻ ത്രില്ലർ പടമായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഒരു 1970 1990 ആ കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു കഥയായിട്ട്. പിന്നെ കൈദി 2 എന്ന് പറഞ്ഞൊരു സിനിമാറ്റോഗ്രാഫി ചെയ്യാൻ പോകുന്നത് ഗിരീഷ് ഗംഗാധരനായിരിക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇത് ലോകേഷ് കനകരാജിനെ കൺഫേം ചെയ്ത കാര്യമാണ്, അതുകൊണ്ട് പറഞ്ഞു മാത്രം. പിന്നെ ലോകേഷ് കനകരാജ് എടുത്തിട്ട് അടുത്തായിട്ട് റിലീസ് എത്താൻ പോണ പടമാണ് കൂലി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടത്തിന് 7 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. എന്തായാലും സ്ക്രീനിൽ കാണിക്കാൻ നല്ല പോസ്റ്ററായിട്ടാണ് തോന്നിയത്. എന്തായാലും ഈ പടത്തിൻ്റെ തമിഴ്നാട്ടിലത്തെ ഫസ്റ്റ് ഷോ 9 മണിക്കായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. കർണാടകത്തിലത്തെ 6 മണിക്കും കേരളത്തിലത്തെ 6 മണിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. കേരളത്തിൽ കൺഫേം ആയെന്നുള്ള അറിയില്ല, 6 മണി എന്നുള്ളതാണ് കേൾക്കുന്നത്. ചിലപ്പോൾ നേരത്തെ ആവാനും ചാൻസസ് ഉണ്ട്. എന്തായാലും നേരത്തെ ആയില്ലെങ്കിലും നേരെ വൈകായിരുന്നാൽ മതി. പിന്നെ ആന്ധ്രാപ്രദേശ് തെലങ്കാന സ്ഥലത്തൊക്കെ 6 മണിക്ക് തന്നെയാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി ആ ഭാഗത്ത് 9 മണിക്കും അങ്ങനെയാണ് ഇപ്പോൾ ടൈമിംഗ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പടത്തിൽ രജനീകാന്തിൻ്റെ എൻട്രി എന്ന് പറയുന്നത് 1 മണിക്കൂറിന് ശേഷമായിരിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ UK തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടായി, സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് വർക്ക് കാര്യങ്ങളൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടാവും, ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ലോകേഷ് കനകരാജ് അൻപർ മാസ്റ്റേഴ്സിനെ വെച്ചിട്ട് ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വാർ 2 എന്ന് പറഞ്ഞാൽ IMAXൽ റിലീസിനാവുന്നുണ്ട് എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്തായാലും. പിന്നെ പടത്തിലത്തെ പാട്ട് വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനാബ് അലി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ഹിന്ദിയിലത്തെ പേരാണ്
ഞാൻ പറഞ്ഞ മാതിരി തന്നെ NTRഉം ഹൃതിക് റോഷനും കൂടിയിട്ടുള്ള ഒരു ഡാൻസ് എന്ന് പറഞ്ഞിരുന്നു. ആ പാട്ടിൻ്റെ സംഭവം തന്നെയാണ്. ഒരു ഗ്ലിംസാണ് പുറത്തിറക്കി ഇട്ടിട്ടുള്ളത്. പാട്ട് ഫുള്ളായിട്ട് തിയേറ്ററിൽ കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഈ പടത്തിൽ NTR ഒരു അരമണിക്കൂർ എന്ന് വെച്ചാൽ 30 മിനിറ്റിന് ശേഷമായിരിക്കും വരിക എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ SSMB 29 സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിൻ്റെ SS രാജമൗലി എടുക്കുന്നതാണ്. ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ നടക്കേണ്ടതെന്നുള്ളതാണ് കേൾക്കുന്നത്. മഹേഷ് ബാബുവും പ്രിയങ്ക ചോപ്രയും ജോയിൻ ചെയ്തതെന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ. ഈ പടം വരുമ്പോഴത്തേക്കും എന്തായാലും ടൈം പിടിക്കും. പിന്നെ കളങ്കാവിൽ നിന്നായിട്ടുള്ള മമ്മൂട്ടി വിനായകൻ പടം ആ പടത്തിൻ്റെ റിലീസ് ഒക്ടോബർ 9 എന്നുള്ളതാണ് കേൾക്കുന്നത്. അതാവാനുള്ള ചാൻസസ് ഒക്കെ ഹൈ ആണ്. എന്തായാലും നോക്കി നോക്കാം. പിന്നെ മഹേഷ് നാരായണൻ മമ്മൂട്ടി വെച്ചെടുക്കുന്ന പടമാണ് പാട്രിയോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പടം, അല്ലെങ്കിൽ MMMN മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ പടം. ഈ പടത്തിൽ മമ്മൂട്ടിയുടെ ഷൂട്ടിംഗ് ഒരു 60 ദിവസത്തോളവും ബാക്കിയുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ആൾ സെപ്റ്റംബറിൽ ലണ്ടൻ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ, പെട്ടെന്ന് തന്നെ വരട്ടെ. അതേമാതിരി പടം മാർച്ച് 19 2026 ആയിട്ട് റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഷൂട്ട് ഒരു സോങ്ങിൻ്റെ ഷൂട്ട് അടക്കാൻ പോകുന്നുണ്ട് ഓഗസ്റ്റ് 8 എന്ന് വെച്ചാൽ ഇന്ന് മുതൽ. അപ്പോൾ അതിൽ ലഡാക്കിൽ വെച്ചിട്ട് കുഞ്ചാക്കോബിന് ദർശന അങ്ങനെ വേറെ ആൾക്ക് കൂടിയിട്ടാണ് ആ ഡാൻസിൻ്റെ ഷൂട്ട് നടക്കാൻ പോകുന്നത്. എന്തായാലും വരട്ടെ. പിന്നെ കൃഷാന്ത് മമ്മൂട്ടിനെ വെച്ചിട്ട് ഒരു പടം എടുക്കുന്നുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അതൊരു ആക്ഷൻ കോമഡി രീതിയിലുള്ള പടമായിരിക്കും എന്നുള്ളത് ആൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കൃഷാന്ത് മോഹൻലാലിനെ വെച്ചിട്ട് ഒരു പടം എടുക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടിരുന്നു. അത് ഡിറ്റക്റ്റീവ് കോമഡി രീതിയിലാണ്, ഇത് ആക്ഷൻ കോമഡിയാണ്. എന്തായാലും വരട്ടെ എല്ലാവരും. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോക്കി അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.